നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാമത്തെ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശ്ശൂർ മാജിക് എഫ് സിയെ പരാജയപ്പെടുത്തിയത് 2-1. മലപ്പുറത്തെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ ഹോം ഗ്രൗണ്ടും മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയമാണ്. ഇന്നിവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഗ്രൗണ്ട് നന്നായിട്ട് വെറ്റായിരുന്നു. മലപ്പുറത്തെ ഗ്രൗണ്ട് നന്നായിട്ട് വെറ്റായിരുന്നു. അത് ഈ കളിയുടെ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ട്. സർഫേസ് അത്ര മികച്ചതായിരുന്നില്ല. ഏതായാലും ആ പ്രതികൂല സാഹചര്യത്തെ മറികടന്നുകൊണ്ടാണ് തൃശ്ശൂർ മാജിക് എഫ് സിക്കെതിരെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. 3 പോയിന്റ് അവർ പിടിച്ചു വാങ്ങി എന്ന് തന്നെ വേണം പറയാൻ. ഒരർത്ഥത്തിൽ കണ്ണൂർ നിരന്തരം ആക്രമിച്ചു. അവരുടെ വിജയം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അനീതിയാവുമായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ 3 പോയിന്റ് അവർ നേടിയതിൽ കളി കണ്ട ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സന്തോഷിക്കുന്നുണ്ടാകും. ഇനി കളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മത്സരത്തിൽ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങിയത്, അവരുടെ കുന്തമുനയായിട്ട് ഇറങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പടക്കുതിര CK വിനീത് തന്നെയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മെയിൽസൺ ആൽവസ് ആദ്യ ലെവലിലുണ്ടായിരുന്നു. ഡിഫൻസ് കാക്കാൻ മെയിൽസൺ ആൽവസും അറ്റാക്കുകൾ കൈകാര്യം ചെയ്യാൻ CK വിനീതും എന്നുള്ളത് തന്നെയായിരുന്നു തൃശ്ശൂർ മാജിക് എഫ് സിയുടെ ഒരു രീതി. പിന്നെ അഭിജിത്ത് സർക്കാരിനെ പോലെയുള്ള മികച്ച താരങ്ങളും ഇറങ്ങി. ഹെൻറി ആന്റണി, ജസ്റ്റിൻ ജോർജ് ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാഴ്സലോ ഉണ്ടായിരുന്നു. മാഴ്സലോ ടോസ്കാനോ, ബ്രസീലിയൻ താരം. പിന്നെ കാമറൂണിയൻ താരം ബെലക് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സ്ക്വാഡും കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ മാജിക് എഫ് സി ഇറങ്ങിയത്. മറുഭാഗത്ത് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്കും മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നു. ആൽവരോ ആൽവരസ്, മുഹമ്മദ് ഫഹീസ്, പിന്നെ ഡേവിഡ് ഗ്രാൻഡെ, അതോടൊപ്പം തന്നെ ലൗസംബ, മുൻമുൻ തിമോത്തി, അഡ്രിയാന്, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവരുടെ നിരയിലും പന്ത് തട്ടാനിറങ്ങി. കളിയുടെ തുടക്കത്തിൽ ഒരു പതിഞ്ഞ താളത്തിലുള്ള കളിയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അങ്ങോട്ട് ഒരു 10-20 മിനിറ്റിന് ശേഷം കളി പതിയെ ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഒടുവിൽ 37-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ CK വിനീതിന്റെ ഒരു ഹെഡറിൽ ബാറിലൊക്കെ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ എഫ് സി ഒരു ഭാഗത്ത് അറ്റാക്ക് നടത്തുന്നു. തൃശ്ശൂർ മാജിക് ഇങ്ങനെ കിട്ടുന്ന ചില അവസരങ്ങളിൽ നീക്കങ്ങൾ നടത്തുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. CK വിനീത് വളരെ മികച്ച രൂപത്തിൽ ഇന്റലിജന്റ് ആയിട്ട് തന്നെ മുന്നേറ്റത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, CK വിനീതിനോടൊപ്പം മുന്നോട്ട് കടന്നു വരാൻ എന്തുകൊണ്ടോ അവരുടെ മധ്യനിരയിലെ താരങ്ങൾ മടിച്ചു നിൽക്കുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായത്. പക്ഷെ ഗോളിന്റെ ഘട്ടത്തിൽ അഭിജിത്ത് സർക്കാർ മികച്ച രൂപത്തിൽ മുന്നോട്ട് വന്നു. ആ ഒരു ബോൾ എടുത്തുകൊണ്ട് അഭിജിത്ത് സർക്കാർ മുന്നോട്ട് കയറുന്നു. അത് പെനാൽറ്റി ബോക്സിൽ CK വിനീതിന് കൊടുക്കുന്നു. CK വിനീത് വളരെ അൺസെൽഫിഷ് ആയിട്ട് പന്ത് വളരെ കാമായിട്ട്, ഒരു തരത്തിലും പാനിക് ആവാതെ തിരിച്ചങ്ങോട്ട് അഭിജിത്ത് സർക്കാരിന് തന്നെ കൊടുക്കുന്നു. അഭിജിത്ത് സർക്കാർ നമുക്കറിയാമല്ലോ, ആ ഒരു ഏരിയയിൽ ബോൾ കിട്ടിയാൽ പിന്നെ പന്ത് വലയിലെത്തിക്കും. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു. അടിച്ച് വലയിലേക്ക് കയറ്റി. 37-ാമത്തെ മിനിറ്റിൽ ഒരർത്ഥത്തിൽ അഗെയിൻസ്റ്റ് ദി റൺ ഓഫ് ദി പ്ലേ ആണ് ആ ഒരു ലീഡ് തൃശ്ശൂർ മാജിക് എഫ് സി എടുക്കുന്നത്. ആദ്യ പകുതിയിൽ പിന്നെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ശ്രമങ്ങളൊന്നും ലക്ഷ്യത്തിലേക്ക് പോകുന്നുമില്ല. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡുമായിട്ട് തൃശ്ശൂർ മാജിക് എഫ് സി കളിക്കളം വിടുന്നതാണ് നമ്മൾ കാണുന്നത് ഇടവേള സമയത്ത്. രണ്ടാം പകുതിയിൽ എന്നാൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഹൈ പ്രസ്സിങ്ങോട് കൂടിയാണ് കളി പുനരാരംഭിക്കുന്നത്. അവർക്ക് ആ ഗോൾ മടക്കിയടിച്ച് പറ്റും. അതിനാണ് അവർ ശ്രമിച്ചത്. അതേസമയം തൃശ്ശൂർ മാജിക് എഫ് സി അത്ര ഒരു മികച്ച പ്രകടനം നടത്തിയെന്നും പറയാൻ പറ്റില്ല. പക്ഷേ മെയിൽസൺ ആൽബസിൻ്റെ കാര്യം എടുത്തു പറയണം. യഥാർത്ഥത്തിൽ അവരുടെ ഒരു രീതി അതായിരുന്നു. മുന്നിൽ കയറി കാര്യങ്ങൾ ചെയ്യാൻ CK വിനീതും പുറകിൽ കാര്യങ്ങൾ നോക്കാൻ മെയിൽസൺ ആൽവസും എന്ന രൂപത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിരന്തരം വന്ന കണ്ണൂർ വാരിയേഴ്സിൻ്റെ ആ ഒരു ഗോളിനുള്ള ശ്രമം എപ്പോഴും അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലല്ലോ. 70-ാമത്തെ മിനിറ്റിലാണ് ഡേവിഡ് ഗ്രാൻഡയുടെ ആ ഗോൾ പിറക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ത്രോയിൻ അത് അകറ്റാനുള്ള ശ്രമം ഡിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നു. പക്ഷെ വളരെ കൈൻഡ്ലി ബോൾ ലഭിക്കുന്നത് ഗ്രാൻഡയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ക്ലിയർ ഒരു മികച്ച വോളി അത് വലയിലേക്ക് അടിച്ച് കയറ്റി 70-ാമത്തെ മിനിറ്റിൽ ഒപ്പം പിടിക്കുന്നു. പിന്നെ മത്സരം അങ്ങനെ പുരോഗമിച്ച് പോകവേ CK വിനീതിനെ പിൻവലിക്കുന്നുണ്ട് തൃശ്ശൂർ മാജിക് എഫ് സി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ 1-1 നിന്നാൽ മതി, ഒരു പോയിന്റ് കൊണ്ട് പോയാലും ഒരു പോയിന്റ് കിട്ടിയാലും ലാഭമാണ് എന്ന രൂപത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടക്കാണ് കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു റെഡ് കാർഡ് കൂടി വരുന്നത്. ആ റെഡ് കാർഡ് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു
ആ താരത്തിനെ. അങ്ങനെ ഇരിക്കുകയാണ്, അതായത് ഹെൻറി ആന്റണിക്കാണ് ഒരു റെഡ് കാർഡ് ലഭിക്കുന്നത്. അദ്ദേഹം ഓൾറെഡി ഒരു യെല്ലോ കാർഡിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ താരം എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ് ടച്ചിൽ അദ്ദേഹം വീണ് കളഞ്ഞു. റഫറി യഥാർത്ഥത്തിൽ അത് ഫൗളാണ് എന്ന് കരുതുകയും ചെയ്തു. അതായത് ഫൗൾ വിളിക്കുകയാണെങ്കിൽ പെനാൽറ്റി ബോക്സിലല്ലേ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. റഫറി എന്തായാലും ഫൗൾ വിളിച്ചു, യെല്ലോ കാർഡ് കൊടുത്തു, സെക്കൻഡും യെല്ലോ ആയി, റെഡായി, ഹെൻറിയെ പറഞ്ഞു വിട്ടു. എന്നാൽ പെനാൽറ്റി ബോക്സിന് മുമ്പിൽ ഫ്രീ കിക്കാണ് കൊടുത്തത്. ആ ഫ്രീ കിക്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലൊക്കെ ഈ ഒരു പിച്ച് സ്ലിപ്പറി ആവുന്നു എന്നുള്ളത് തൃശ്ശൂർ മാജിക്കിന് ഗുണകരമാവുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. അവർ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നു, കണ്ണൂർ വാരിയേഴ്സ് ഗോളിനായിട്ട് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ പല നീക്കങ്ങളും ആ ഫൈനൽ തേർഡിലേക്കൊക്കെ എത്തുമ്പോൾ ഒന്നെങ്കിൽ സ്ലിപ്പാവുന്നു, അല്ലെങ്കിൽ ഫൂട്ടിങ് നഷ്ടപ്പെടുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു സഹായം ഒരർത്ഥത്തിൽ ഹോം ടീമായ തൃശ്ശൂരിന് ലഭിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെ കളി അവസാനിച്ചിരുന്നെങ്കിൽ അതൊരിക്കലും ഒരു നീതിയാവുമായിരുന്നില്ല. കാരണം അത്രയധികം ശ്രമങ്ങൾ, എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു തൃശ്ശൂർ മാജിക് കണ്ണൂർ വാരിയേഴ്സ് FC എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഒടുവിൽ 95-ാമത്തെ മിനിറ്റിൽ ആൽവരോ ആൽവരസിന്റെ ഒരു ഹെഡർ. ആ ഒരു ഹെഡറിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു, കണ്ണൂരിന് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. 2-1 അർഹിച്ച വിജയം തന്നെ കണ്ണൂർ വാരിയേഴ്സ് FC അവിടെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. എന്തായാലും അത് അവർ അർഹിച്ച വിജയമാണ്. കണ്ണൂർ വാരിയേഴ്സ് FC 3 പോയിന്റുമായിട്ട് മലപ്പുറത്ത് നിന്ന് മടങ്ങുമ്പോൾ തൃശ്ശൂർ മാജിക് FCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്നുകൂടി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CK വിനീതിൻ്റെ പ്രകടനം നമ്മൾ എന്തായാലും ഈ ഒരു പ്രായത്തിൽ 37-ാമത്തെ വയസ്സിലും അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കൂടി നമുക്കൊന്ന് പോവേണ്ടതുണ്ട്. ഈ ഒരു മാച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇതിൽ 62% ബോൾ പൊസിഷനും കണ്ണൂർ വാരിയേഴ്സിനായിരുന്നു. അവർ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് എന്നർത്ഥം. 38% മാത്രമാണ് മറുഭാഗത്തുണ്ടായിരുന്നത്. ഷോട്ട് ഓൺ ടാർഗറ്റ് വരുമ്പോൾ 5 ഷോട്ടുകളാണ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ അടുത്ത്. അതായത് ഒരു 11 ഷോട്ടുകൾ തീർത്തിട്ടുണ്ട്. അതിൽ 5 ഓൺ ടാർഗറ്റാണ്. മറുഭാഗത്ത് തൃശ്ശൂർ മാജിക്ക് 4 ഷോട്ടുകൾ, 2 ഓൺ ടാർഗറ്റ്. അപ്പം പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 45% ഓൺ ടാർഗറ്റ് ഷോട്ടാണ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, 50% ഓൺ ടാർഗറ്റ് ഷോട്ടാണ് തൃശ്ശൂർ മാജിക് FCയുടെ ഭാഗത്ത് നിന്ന്. പാസ് നോക്കുക, 484 പാസുകൾ കണ്ണൂർ വാരിയേഴ്സ് FCയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. 273 പാസുകളാണ് തൃശ്ശൂർ മാജിക് FCയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ചുരുക്കത്തിൽ കൃത്യമായിട്ടുള്ള ആധിപത്യം കളിക്കളത്തിൽ കാണിച്ചത് തൃശ്ശൂർ വാരിയേഴ്സ് തന്നെയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു വിജയത്തിലും സംഭവിച്ചിരിക്കുന്നത്. അവർ അർഹിച്ച വിജയം 3 പോയിന്റ് സ്വന്തമാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.